ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എം പി ചേരുന്നു. ശ്രീ ജോൺ ബ്രിട്ടാസ്, നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ ഇത്തരം കാർഡുകൾ നീക്കം ചെയ്യുന്നതിനോ വാർത്തകൾ നീക്കം ചെയ്യുന്നതിനോ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടപെടാം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്ന് മെറ്റ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഔദ്യോഗികമായ തലത്തിൽ നിന്ന് വന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കൈരളിയുടെ ഉൾപ്പെടെയുള്ള കാർഡുകൾ വാർത്തകൾ നീക്കം ചെയ്തതെന്ന്. അടിയന്തരാവസ്ഥയെ പോലും പിന്നിലാക്കുന്ന രൂപത്തിലുള്ള ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടക്കലാണ് കത്തിവെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ മെറ്റ പോലുള്ള ഒരു കമ്പനി ഇക്കാര്യത്തിൽ എന്തെങ്കിലും കളവ് പറയേണ്ട കാര്യമില്ല. പ്രാദേശിക തലത്തിൽ, അതായത് സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരുടെ നിർദ്ദേശപ്രകാരവും ശുപാർശ പ്രകാരവുമാണ് ഈ പോസ്റ്റുകളെല്ലാം മാറ്റിയതെന്ന് ഇപ്പോൾ മെറ്റ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തില് ഈ കേരളത്തിലെ മാധ്യമലോകം ഒന്നടങ്കം സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ലോകത്ത് എവിടെയെങ്കിലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇതുപോലെ ചെറിയ വിമർശനങ്ങളെ പോലും ഇല്ലാതാക്കുന്ന രൂപത്തില് ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കേരളത്തിൽ ഇത് ആദ്യമാണ്. ഒരു സർക്കാർ അധികാരത്തിലേറി ജനുവരിയോടുകൂടി സർക്കാർ വന്നു, 3 മാസത്തിനുള്ളിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലാണ് ഈ സർക്കാർ വ്യാപൃതമാകുന്നതെങ്കിൽ എന്തെല്ലാം ജനാധിപത്യ വിരുദ്ധ അട്ടിമറികളായിരിക്കും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുന്നത് ഒരു ഹിമക്കട്ടയുടെ അഗ്രം മാത്രമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ പത്രപ്രവർത്തകരും സാംസ്കാരിക നായകരും ബുദ്ധിജീവികളും ആവിഷ്കാര അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഏവരും സർക്കാരിന്റെ നിലപാടിനെതിരെ രംഗത്ത് വരേണ്ട ഒരു സമയമായിരിക്കും. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇക്കാര്യത്തിൽ ഒരു അതായത് ഈ IT മേഖലയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് നല്ല പരിജ്ഞാനമുള്ളവരും ഒപ്പം തന്നെ സർക്കാരും, ഇവർ രണ്ടുപേരും കൂടെ കൈകോർത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിൽ സർക്കാരിനെതിരായി VD സതീശനെതിരായി, നമുക്കറിയാം MDMA ബന്ധപ്പെട്ട അറസ്റ്റും അതിനെ തുടർന്നുള്ള വാർത്തകളുമാണ് ഏറ്റവും കൂടുതൽ നീക്കം ചെയ്യപ്പെട്ടത്. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായ ഈ വാർത്തകൾ നിരീക്ഷിക്കുന്നതിനും അതിനെ സംബന്ധിച്ച് ഇൻഫർമേഷൻ എടുക്കുന്നതും അത് നിയമപരമായി നീങ്ങിക്കൊണ്ട് അത് മെറ്റയെ അറിയിച്ച് അത് നീക്കം ചെയ്യാനും വളരെ കൃത്യമായ ഒരു ഏകോപനം നടക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ തെറ്റുണ്ടോ? ഒരു സംശയമില്ല. ഇത് മൊത്തം ഭരണ സംവിധാനം, ഇപ്പൊ പോലീസ്, ഇവരെല്ലാം ഇതിൽ പങ്കാളികളാണ്. യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യ അട്ടിമറിക്ക് ആരൊക്കെ പങ്കാളികളാകണം യഥാർത്ഥത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക ചെയ്യേണ്ടത്. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല, ഞാൻ വേണമെങ്കിൽ ഇതെല്ലാം പുനഃസ്ഥാപിക്കാൻ വേണ്ടി എഴുതാം എന്ന് പറഞ്ഞു. ഇതൊന്നും അദ്ദേഹം ചെയ്യേണ്ടതില്ല. ഒരു കാര്യം ചെയ്യട്ടെ, അദ്ദേഹം നിയമസഭയുടെ ഒരു സമിതിയെയോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണമോ പ്രഖ്യാപിക്കട്ടെ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ളത്. ഇത് ചെറിയൊരു കാര്യമല്ല. ഇത് മലയാളിയും ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലൂടെ നേടിയെടുത്തിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, നമ്മുടെ മൗലിക അവകാശമാണ് പ്രതികരിക്കുക എന്നുള്ളത്, അഭിപ്രായ സ്വാതന്ത്ര്യം. അപ്പം മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മുടെ ജീവവായുവാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും അതില്ലാതാക്കാൻ വേണ്ടി സർക്കാർ തലത്തിൽ തന്നെ നടപടികൾ വേണം. അദ്ദേഹത്തെ ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ അദ്ദേഹം ഒരു അന്വേഷണം പ്രഖ്യാപിക്കട്ടെ. അതല്ലേ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എന്തായാലും മെറ്റയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള പ്രതികരണം വളരെ കൃത്യമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഞാനും കണ്ടത് സാങ്കേതിക പിഴവ് കൊണ്ടാണ് സംഭവിച്ചെന്നുള്ളതാണ്. അങ്ങനെ ഒരു സാങ്കേതിക പിഴവില്ല. ബോധപൂർവമായ ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ മെറ്റ നീക്കം ചെയ്തതാണെന്ന് മെറ്റ തന്നെ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇതേക്കുറിച്ച് വ്യക്തതയും സ്പഷ്ടതയും വരുത്തേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെന്റിനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. അത് കൃത്യമായി ചെയ്യണമെന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ അഭിപ്രായം. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഒരു ചോദ്യം കൂടി. നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ അടിസ്ഥാനരഹിതമായ നൂറുകണക്കിന്, ഒരു സത്യവുമില്ലാത്ത നൂറുകണക്കിന് കാർഡുകൾ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രവഹിച്ചിരുന്നു. ഇടതുപക്ഷത്തെക്കുറിച്ച്, മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒക്കെ തന്നെ ഇല്ലാത്ത വാർത്തകൾ പറയാൻ പോകുന്നില്ല. എന്താ കാരണം വെച്ചാൽ അതൊക്കെ ഈ പറഞ്ഞ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇപ്പോഴത്തെ സംഭവം എന്ന് വെച്ചാൽ ഒരു സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അട്ടിമറിക്കാൻ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്തെല്ലാം അപസർപ്പക കഥകളും നുണകളും കൂടെ ഒക്കെ വിളമ്പിയെന്നും അതിനുവേണ്ടി എങ്ങനെയൊക്കെയാണ് ഈ സാങ്കേതികപരമായിട്ടുള്ള മേന്മ
അവർ ഉപയോഗപ്പെടുത്തി എന്നൊക്കെയുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് മറ്റൊരു വിഷയം. ഇവിടെ അതല്ല. ഇവിടെ അധികാരത്തിലേറിയ ഒരു സർക്കാർ ഈ അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നഗ്നമായി ഇടപെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് യഥാർത്ഥത്തിൽ ഒരു ജനകീയ ഗവൺമെന്റിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്നതല്ല, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതീക്ഷിക്കുന്നതല്ല. ഇപ്പോൾ ഡൽഹിയിൽ മോഡി സർക്കാർ ഏതൊക്കെ മാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ചുള്ള കാര്യം നമുക്കറിയാം. അത് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇവിടെ അങ്ങനെ മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഈ മാറ്റിയിട്ടുള്ള ഈ കാർഡുകൾ എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലും ആർക്കും അവഹേളനപരമോ അപകീർത്തിപരവുമായിട്ടുള്ള കാർഡുകളല്ല. അതൊക്കെ സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ ഉണ്ടാകേണ്ട വിമർശനങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്ത് ഒരു ഉള്ളടക്കവും അവയ്ക്കുണ്ടായിരുന്നില്ല. അതാണ് നമ്മളെ തടുക്കുന്ന കാര്യം. തീർച്ചയായും നന്ദി പ്രതികരിച്ചതിന് ശ്രീ ജോൺ ബ്രിട്ടാസ് MP.